അമേരിക്കയിൽ പോകാനും അവിടെ സ്ഥിരതാമസമാക്കാനും ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അതിനുള്ള ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയായി പലരും കേട്ടിട്ടുള്ള ഒന്നാണ് ഗ്രീൻ കാർഡ് ലോട്ടറി അഥവാ ഡൈവേഴ്സിറ്റി വിസ പ്രോഗ്രാം. എല്ലാ വർഷവും 55,000 പേർക്ക് ഈ ലോട്ടറിയിലൂടെ അമേരിക്കൻ ഗ്രീൻ കാർഡ് ലഭിക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഇന്ത്യക്കാർക്ക് ഈ ലോട്ടറിക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. കുറഞ്ഞത് 2028 വരെ അപേക്ഷിക്കാൻ സാധിക്കില്ലെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. എന്തുകൊണ്ടാണിത്? ഇന്ത്യക്കാരോട് എന്തെങ്കിലും പ്രത്യേക വിവേചനമുണ്ടോ? നമുക്ക് ഇതിന്റെ പിന്നിലെ കാരണം ലളിതമായി നോക്കാം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ വിസയുടെ പ്രധാന ലക്ഷ്യം ഡൈവേഴ്സിറ്റി അഥവാ വൈവിധ്യം ആണ്. അതായത് അമേരിക്കയിലേക്ക് കുടിയേറുന്ന ജനസംഖ്യയിൽ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ആളുകൾ വേണം. ഏതാനും ചില രാജ്യങ്ങളിൽ നിന്നും മാത്രം കുടിയേറ്റക്കാർ കേന്ദ്രീകരിക്കുന്നത് ഒഴിവാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഒരു ക്ലാസ്സിൽ എല്ലാ തരം കുട്ടികളും വേണമെന്ന് പറയുന്നത് പോലെ അമേരിക്കൻ സമൂഹത്തിലും പല രാജ്യങ്ങളിൽ നിന്നുള്ളവർ വേണം എന്ന ആശയമാണ് ഇതിനു പിന്നിൽ. അതുകൊണ്ട് തന്നെ അമേരിക്കയിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണം കുറവുള്ള രാജ്യങ്ങളിലെ പൗരന്മാർക്ക് അവസരം നൽകാനാണ് ഈ ലോട്ടറി നടത്തുന്നത്. ഇവിടെയാണ് ഇന്ത്യയുടെ കാര്യം വരുന്നത്. ഈ ലോട്ടറിയുടെ പ്രധാന നിയമം ഇതാണ്: കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 50,000-ലധികം ആളുകൾ ഒരു രാജ്യത്തിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറിയിട്ടുണ്ടെങ്കിൽ ആ രാജ്യക്കാർക്ക് ഡൈവേഴ്സിറ്റി വിസ ലോട്ടറിയിൽ പങ്കെടുക്കാൻ യോഗ്യതയുണ്ടായിരിക്കില്ല. ഇനി ഇന്ത്യയുടെ കണക്കുകൾ നോക്കാം. 2021 ഏകദേശം 93,450 ഇന്ത്യക്കാരാണ് അമേരിക്കയിലേക്ക് കുടിയേറിയത്. 2022 ഇത് 1,27,010 ഉയർന്നു. 2023 ഇത് 78,070 ആയിരുന്നു. ഈ കണക്കുകൾ കാണിക്കുന്നത് എന്താണ്? ഓരോ വർഷവും ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് പഠനം, ജോലി, കുടുംബം തുടങ്ങിയ മറ്റു വഴികളിലൂടെ അമേരിക്കയിലേക്ക് പോകുന്നത്. ഇത് 50,000 എന്ന പരിധിയേക്കാൾ വളരെ വളരെ കൂടുതലാണ്. അതായത് അമേരിക്കയിലേക്ക് കുടിയേറുന്നവരുടെ എണ്ണം കുറവുള്ള ഒരു രാജ്യമല്ല ഇന്ത്യ. അതുകൊണ്ട് തന്നെ അത്തരം രാജ്യങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ഈ ലോട്ടറി പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ നമുക്ക് യോഗ്യതയില്ല. ഈ നിയമം ഇന്ത്യക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇന്ത്യയെ പോലെ ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ബ്രസീൽ, കാനഡ, കൊളംബിയ, ഫിലിപ്പീൻസ്, ദക്ഷിണ കൊറിയ, വെനസ്വേല തുടങ്ങിയ നിരവധി രാജ്യങ്ങളിലെ പൗരന്മാർക്കും നിലവിൽ ഈ ലോട്ടറിക്ക് അപേക്ഷിക്കാൻ കഴിയില്ല. കാരണം ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം ധാരാളം ആളുകൾ ഇതിനോടകം അമേരിക്കയിലേക്ക് കുടിയേറിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യക്കാരെ മനഃപൂർവ്വം ഒഴിവാക്കുകയോ വിലക്കുകയോ ചെയ്യുന്നതല്ല, മറിച്ച് ഡൈവേഴ്സിറ്റി വിസ പ്രോഗ്രാമിന്റെ അടിസ്ഥാന നിയമം അനുസരിച്ച് ഉയർന്ന കുടിയേറ്റ നിരക്കുള്ള ഒരു രാജ്യം എന്ന നിലയിൽ ഇന്ത്യക്ക് ഇതിൽ പങ്കെടുക്കാൻ നിലവിൽ യോഗ്യതയില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് ഗ്രീൻ കാർഡ് ലോട്ടറിയെ കുറിച്ചുള്ള ഈ സംശയം എല്ലാവർക്കും മാറിയെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.